കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ക്രെഡിറ്റ് ക്രൈസിസുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയരുകയും 2 റീജിയണൽ അമേരിക്കൻ ബാങ്കിംഗ് സ്റ്റോക്കുകൾ ക്രാഷ് ആവുകയും ചെയ്തതോടുകൂടി അമേരിക്കൻ ഇൻഡെക്സ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ഡോ ജോൺസ് 300 പോയിന്റോളം ഇടിയുകയും ചെയ്തു. S&P 0.6%, നാസ്ഡാക്ക് 0.5% കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇടിഞ്ഞു. കൂടാതെ റീജിയണൽ ബാങ്കിംഗ് ഇൻഡെക്സ് 6%-ഓളം ഇടിഞ്ഞു. US ക്രെഡിറ്റ് മാർക്കറ്റിലുണ്ടായ ബ്ലോ അപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഓട്ടോ പാർട്സ് കമ്പനിയായ ഫസ്റ്റ് ബ്രാൻഡ് റീസെൻ്റ്ലി ബാങ്ക്റപ്റ്റൻസി ഫയൽ ചെയ്യുകയും ചെയ്തു. പ്രമുഖ ബാങ്കായ JP മോർഗൻ ഉൾപ്പെടെയുള്ള ബാങ്കുകൾക്ക് അസറ്റ് എക്സ്പോസർ ഉള്ള കമ്പനിയാണ് ഫസ്റ്റ് ബ്രാൻഡ്. ഇതൊക്കെ അമേരിക്കൻ മാർക്കറ്റിൽ ഉയർന്നു വരുന്ന പുതിയ ക്രൈസിസിനെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു. അമേരിക്കയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സിലും വർധനവുണ്ടായിട്ടുണ്ട്. ഡോളർ ഇൻഡെക്സ് 0.5% ഇടിയുകയും ചെയ്തു. കൂടാതെ ചൈനയ്ക്ക് മുകളിൽ അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ടെൻഷനും വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് മുകളിൽ കുക്കിംഗ് ഓയിൽ ട്രേഡ് ബാൻ കൂടി അമേരിക്ക ഏർപ്പെടുത്തിയേക്കും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വോളറ്റൈലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റി 25,500 എന്ന ലെവലിനെ ഡിസിസീവ്ലി ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 997 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 4,076 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ്, ഡിക്സൺ ടെക്നോളജി, JSW എനർജി, JSW സ്റ്റീൽ, പോളിക്യാബ്, അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ്, അതുൽ, AU സ്മാൾ ഫിനാൻസ് ബാങ്ക്, സിയറ്റ്, ക്രിസിൽ, ഡാൽമിയ ഭാരത്, HFCL, ഇന്ത്യ മാർട്ട് ഇന്റർമെഷ്, ജന സ്മാൾ ഫിനാൻസ് ബാങ്ക്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ, ഓറിയന്റ് ഇലക്ട്രിക് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം പല പ്രമുഖ IT കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട്. ഈ IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആയിട്ടുള്ള നമ്പറാണ് കാണാൻ സാധിക്കുക. വിപ്രോയുടെ റവന്യൂ 2.5% വർദ്ധിച്ച് 22,134 കോടിയിൽ നിന്നും 22,697 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 3% ഇടിഞ്ഞ് 3,330 കോടിയിൽ നിന്നും 3,246 കോടിയിലേക്ക് എത്തി. EBITDA 4% വർദ്ധിച്ച് 3,547 കോടിയിൽ നിന്നും 3,680 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 16% നിന്നും 16.2% ഇംപ്രൂവ് ആവുകയും ചെയ്തു. വിപ്രോയുടെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ $2.7 ബില്യൺ നിന്നും $2.9 ബില്യൺ ഉയർന്നത് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ വിപ്രോ ഇൻ്റലിജൻസ് എന്ന പേരിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോഞ്ചും കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിപ്രോയുടെ ക്വാർട്ടർ ടു ക്വാർട്ടറിലുള്ള കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് 2% നിന്നും 0.3% ഇംപ്രൂവ് ആയിട്ടുമുണ്ട്. ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു. 7,222 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 7,364 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി നേടി. 6,921 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 6% ഉയർന്നു. റവന്യൂ 5.2% വർദ്ധിച്ച് 42,279 കോടിയിൽ നിന്ന് 44,490 കോടിയിലേക്ക് എത്തുകയും EBITDA 6% വർദ്ധിച്ച് 8,803 കോടിയിൽ നിന്നും 9,353 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മാർജിൻ 20.8% നിന്നും 21.21% എത്തി. അതേസമയം കോൺസ്റ്റന്റ് കറൻസി ഗ്രോത്ത് 2.6% നിന്നും 2.2% എത്തി. ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ $3.8 ബില്യൺ നിന്നും $3.1 ബില്യൺ ഇടിഞ്ഞു. LTI മൈൻഡ്രിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 5.6% വർദ്ധിച്ച് 9,840 കോടിയിൽ നിന്നും 10,394 കോടിയിലേക്ക് എത്തി. 10,264 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. നെറ്റ് പ്രോഫിറ്റ് 12% വർദ്ധിച്ച് 1,284 കോടിയിൽ നിന്നും 1,401 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 14.3% നിന്നും 15.9% ഉയരുകയും ചെയ്തു. സിയറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 17% ഇടിഞ്ഞ് 153 കോടിയിൽ നിന്ന് 127 കോടിയിലേക്ക് എത്തി. റവന്യൂ 4% വർദ്ധിച്ച് 1,711 കോടിയിൽ നിന്നും 1,781 കോടിയിലേക്ക് എത്തി. മാർജിൻ 9.5% നിന്നും 8.2% ഇടിഞ്ഞപ്പോൾ 16 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. JSW ഇൻഫ്രയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 26% വർദ്ധിച്ച് 1000 കോടിയിൽ നിന്നും 1,265 കോടിയിലേക്ക് എത്തിയപ്പോൾ പ്രോഫിറ്റ് 2% ഇടിഞ്ഞ് 371 കോടിയിൽ നിന്നും 361 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ EBITDA മാർജിൻ
52% നിന്ന് 48% ഇടിയുകയാണ് ചെയ്തത്. മെട്രോ ബ്രാൻഡ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 11% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 2.7% ഇടിഞ്ഞു. 69 കോടിയിൽ നിന്നും 67 കോടിയിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. എബിറ്റ 10% വർദ്ധിച്ച് 155 കോടിയിൽ നിന്ന് 171 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 0.9% വർദ്ധിച്ച് 689 കോടിയിൽ നിന്നും 695 കോടിയിലേക്ക് എത്തി. ടോട്ടൽ ഇൻകം 44% വർദ്ധിച്ച് 694 കോടിയിൽ നിന്നും 1002 കോടിയിലേക്ക് എത്തി. മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചത് വാരി എനർജിയാണ്. വാരി എനർജിയുടെ നെറ്റ് പ്രോഫിറ്റ് 361 കോടിയിൽ നിന്നും 842 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 67% വർദ്ധിച്ച് 3574 കോടിയിൽ നിന്നും 6065 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മാർജിൻ 14% നിന്നും 23% കമ്പനി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. BNC പവർ പ്രോജക്ട്സിൽ നിന്നും അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസിന് 183 കോടി രൂപയുടെ ഒരു സപ്ലൈ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് ലഭിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അറ്റ്ലാന്റ ഇലക്ട്രിക്കൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ പേര് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ എന്ന പേരിലേക്ക് അല്ലെങ്കിൽ TMPV എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓറിയൻറ്റ് ടെക്നോളജി എന്ന കമ്പനി റെഡ് ഹാറ്റ് ഇന്നൊവേഷൻ ടെക്നോളജിയുടെ സ്റ്റേക്കുകൾ 7.7 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സും പാരാദീപ് ഫോസ്ഫേറ്റ് എന്ന കമ്പനിയുമായിട്ടുള്ള അമാൽഗമേഷന് NCPTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഐസൊലേഷൻ എനർജി എന്ന കമ്പനി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കൂടാതെ ലെമൺ ട്രീ 78 റൂമുള്ള ഒരു ഹോട്ടൽ മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു പാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. JSW എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനിക്ക് കർണാടകയിൽ 400 മെഗാവാട്ട് ശേഷിയുള്ള ഒരു പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആഥം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി പ്രിഫറൻഷ്യൽ ഷെയർ വഴി 2450 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.